വഖഫ് ഭേദഗതി ബില്ല് ഇന്ത്യൻ പാർലമെൻറ്റിൽ പാസ്സായി. സംഗതി യുക്തിരഹിതവും ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാൻ പറ്റാത്തതുമായ കുറേ കാര്യങ്ങളാണത്. അത് പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്നുള്ളത് വഖഫ് കമ്മിറ്റിയിൽ അന്യമതസ്ഥരെ കൂടെ ഉൾപ്പെടുത്താം എന്നുള്ളതാണ്. അതിൻ്റെ യുക്തി എത്രയായിട്ട് മനസ്സിലാകുന്നില്ല. ഒന്ന് ചിന്തിച്ച് നോക്കിയാണ്. നമ്മുടെ നാട്ടിലെ അമ്പല കമ്മിറ്റിയിലും ദേവസ്വം ബോർഡിലൊക്കെ നമ്മുടെ നാട്ടിലെ കാതറാക്ക, അതുപോലെ തന്നെ പോക്കരാക്ക, മൈമുട്ടിയാക്കൊക്കെ പോയി കണ്ട് അംഗത്വം എടുത്താൽ എങ്ങനെ ഉണ്ടാവും? അല്ലെങ്കിൽ ആ കമ്മിറ്റിയിൽ മേലധ്യക്ഷന്മാരായിട്ട് പോലൊക്കെ വന്നാൽ എങ്ങനെ ഉണ്ടാവും? നല്ല രസം ഉണ്ടാവില്ലേ? നടക്കാൻ പോണില്ല എന്നല്ല, അത് പാടില്ല. സംഗതി ഓരോ മതത്തിൻ്റെ കാര്യങ്ങൾ നിർവഹിക്കേണ്ടത് ആ മതത്തിൽപ്പെട്ടവരാണ്. പ്രത്യേകിച്ച് വഖഫ് ബോർഡ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു മതവുമായി ബന്ധപ്പെട്ടതാണ്, അത് പൊതുവായിട്ടുള്ള കാര്യമല്ല. അപ്പം മതാധ്യക്ഷന്മാർ അല്ലെങ്കിൽ മതവുമായി ബന്ധപ്പെട്ട ആൾക്കാരെ അതിലേ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എന്താ ഉദാഹരണം പറയാം? ഉദാഹരണമാണ് കേട്ടോ. ഇന്ത്യൻ പാർലമെൻറ്റ് പ്രധാനമന്ത്രി കസേരയിൽ ഒരു കഴുത പോയിരുന്ന എങ്ങനെ ഉണ്ടാവും? നടക്കൂലല്ലേ? സംഗതി നല്ല രസം ഉണ്ടാവില്ലേ കാണാൻ? ഒരു ഉദാഹരണം പറഞ്ഞതാട്ടോ. ഉദാഹരണമായിട്ട് തന്നെ എടുക്കണം. ഇതിൻ്റെ മേത്തേക്ക് ജാഗ്രതയായിട്ട് വരാൻ നിൽക്കണ്ട. അപ്പം ശരി.